ഹലോ ഡിയാസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു കിടിലൻ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ട് വന്നിട്ടുള്ളത്. ഈ അച്ചാറിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഒരു അച്ചാറിൽ നിന്ന് ഞാൻ 2 ടൈപ്പ് അച്ചാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമായിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഡേറ്റ്സ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കാരക്ക തിരഞ്ഞെടുക്കുക. 1 കിലോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ച് വെള്ളം ഇവിടെ നന്നായി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പിൻ്റെ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി കൂടി ചൂടാക്കാൻ വെച്ചു. വെള്ളം ഇതേ വെട്ടി തിളച്ച് വന്നു. ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുക്കിങ്ങിനായി നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ശകലം ഉലുവമണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ കടുകുമണി കൂടി ഇട്ട് വെക്കും. ഇനി ഇതേ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്ത് വെച്ചത് കൂടെ ഇതിലിട്ടു. ആഹാ, എന്താ രസം കാണാൻ. നല്ല ചറവറ. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമ്മുടെ കാരക്കയാണ്. നല്ല കുനുകുനാന്നരിഞ്ഞ് വെച്ച കാരക്ക അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം സെറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി വരുമ്പോഴത്തേക്കും തന്നെ ഞാനിതിലേക്ക് അച്ചാർ പൊടി ഒരു 3 ടീസ്പൂൺ ഇടുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് തിക്നെസ് കുറവാണെങ്കിൽ കുറച്ചും കൂടി പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും എത്തുന്ന വിധത്തിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗവും കവർ ചെയ്ത് ഇനി കുറച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ചൂടോട് കൂടെ തന്നെയാണ് വാട്ടർ ഒഴിച്ച് കൊടുത്ത്. ഇതാ കുറച്ച് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല, കുറച്ചാണ് ഒഴിച്ച്. ഇനി ഇതിലേക്ക് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും ആവശ്യത്തിന് മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കാരക്ക നന്നായിട്ട് വെന്തൊന്ന് അലിഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയാണ് വീണ്ടും ഞാൻ കുറച്ചുകൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നന്നായി ഇതൊന്ന് വെന്ത് വരട്ടെ. വെയിറ്റ് ചെയ്യാം. അതുവരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങൾ സുഖമായിരിക്കുന്നോ? എൻ്റെ കുക്കിംഗ് ടിപ്സൊക്കെ നിങ്ങൾ പരീക്ഷിക്കാറുണ്ടോ? നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതേ നമ്മുടെ അച്ചാർ കുറുകി വന്നു. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതേ നല്ല കുറുമ പോലെ നല്ല കുറുകുറാന്ന് അച്ചാർ ഇരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. എനിക്ക് കാരക്ക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം കാരക്ക അച്ചാറും നാരങ്ങ അച്ചാറും കൂടെയുള്ള മിക്സാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് കാരക്ക അച്ചാർ കുറച്ച് ഞാനിതാ ചൂട് തണിഞ്ഞ ശേഷം മാറ്റി വെക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയാണ് ഞാൻ ഒരച്ചാറിൽ നിന്ന് 2 അച്ചാർ ഉണ്ടാക്കുന്ന ട്രിക്ക് പറയാൻ പോകുന്നത്. ഇതുപോലുള്ളൊരു നല്ല ക്ലീനായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ് കാരക്കച്ചാർ മാറ്റി വെക്കുന്നത്. നമുക്ക് കുറച്ച് കാലം വരെയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പെട്ടെന്നൊന്നും കേട് വരില്ല. അപ്പോൾ ഇത് മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കാലം മുമ്പ് ഒരു 3 മാസം മുമ്പ് ഒരു നാരങ്ങ ഇങ്ങനെ നന്നായി ചെറുതാക്കി ചെറുനാരങ്ങ മുറിച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. ഇതിന് വേവിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ബാക്കി വന്ന കാരക്കച്ചാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഈ നാരങ്ങക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ ബോക്സ് അങ്ങോട്ട് തുറന്നപ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോകുന്ന ഒരു പഴകിയ എന്താ പറയുക, നമ്മൾ സ്കൂൾ ലൈഫൊക്കെ ഓർമ്മ വന്നു പോകും. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഈ നാരങ്ങ അലിയേണ്ട താമസമൊന്നുമില്ല. സാധാരണ നമ്മൾ പച്ച നാരങ്ങ മുറിച്ചിടുകയാണെങ്കിൽ ഇതൊന്ന് അലിഞ്ഞ് വരാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ അച്ചാർ നാരങ്ങയും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒരു പുളിയും മധുരവും ഒക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതും ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതും നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. അപ്പോൾ ഈ അച്ചാർ നിങ്ങൾക്ക് കാരക്ക മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ 2 ടേസ്റ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, നാരങ്ങയുടെ ഈ ട്രിക്കൊന്ന് നിങ്ങൾ പരീക്ഷിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നോട് ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരുപാട് ടൈമൊന്നും ആവശ്യമില്ല. നാരങ്ങ ഒന്ന് മുമ്പേ ഇത് ചെയ്ത് വെക്കണം എന്ന് മാത്രം. താങ്ക് യു ഫോർ വാച്ചിങ്.